ഹലോ ഹായ്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കിടയിൽ എൻ്റെ ലൈഫിലൂടെ കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മരണപ്പെട്ടു പോയ ആളിന് വേണ്ടിയിട്ട് ഉസ്താദ് ദുആ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ദുആ ചെയ്യുന്നതിനിടയിൽ ആളൊരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോർഷൻ. ആ ഒരു പോർഷനിൽ ആളുകൾ വളരെ ആരവത്തോടു കൂടി ആമീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് എന്തിനായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പടച്ചോന് നല്ല മരണം നീ പ്രദാനം ചെയ്യണമെന്നാണ്. അപ്പം ആ നിമിഷം എൻ്റെ മനസ്സിലൂടെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മളിങ്ങനെ ഒരു സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മളെല്ലാ പേരും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്, മരണം എന്ന സത്യം. നമ്മൾ മറ്റുള്ളവരെ തള്ളി മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ വെറുപ്പ് സമ്പാദിക്കുകയും ഞാനാണ് വലിയവൻ എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ആക്ടിങ് അല്ലെങ്കിൽ ഒരു ആക്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുക എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബർ വെട്ടുന്ന ആളുകൾ വരെ കരയണമെന്നാണ്. ആ ഒരു വരി ഭയങ്കര പവർഫുള്ളാണ്. ഒരു ചോദ്യം പോലെ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ കമല സുരയ്യയുടെ വാക്കുകൾ, അത് ഭയങ്കര സംഭവമാണ്. എൻ്റെ കല്ലറയിൽ റോസാപ്പ് വെച്ചിട്ട് എന്ത് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ മാത്രം വർത്തിക്കുക, സ്നേഹത്തോടെ മാത്രം പെരുമാറുക.